ത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വൈദികരെ, അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുന്ന വിഷയം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനമാണ്. അതിലിപ്രകാരം പറയുന്നു: വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ വചന പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സഹോദരനായ ലാസർ മരിച്ച ദുഃഖത്തിലിരിക്കുന്ന കുടുംബത്തിൻ്റെ അടുക്കൽ യേശു കടന്നു വന്ന് അവൻ മരിച്ച കല്ലറയുടെ അടുക്കൽ ചെന്ന് കല്ല് നീക്കുവാനായി കൽപ്പിച്ചു. ഇത് കേട്ട് ലാസറിൻ്റെ സഹോദരിയായ മാർത്ത പറയുന്ന ഭാഗമാണ്: കർത്താവേ, 4 നാളായി നാറ്റം വെച്ചിരിക്കുകയാണ്. നമ്മൾ കടന്നു പോകുന്ന വഴികൾ ഇതുപോലെ പ്രയാസകരവും ദുഃഖകരവുമായ പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷേ നാം ഒന്നോർക്കണം, നമ്മളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ചെങ്കടലിന് കീഴിൽ വലിയ പ്രതിസന്ധിയിൽ നിന്നിരുന്ന ഇസ്രായേൽ മക്കളെ കരുതിയവനാണ് നമ്മുടെ ദൈവം. നമ്മെ കൺമണി പോലെ കാക്കുന്ന, നമ്മെ ഉള്ളംകൈയിൽ വെച്ച് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നേടിത്തരുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഭയപ്പെടാതെ നമ്മളുടെ ദൈവത്തിൽ വിശ്വസിക്കുക. മാർത്ത ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി യേശു പറഞ്ഞത്: വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ശേഷം ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇത് കണ്ട് അനേകം യഹൂദർ യേശുവിൻ്റെ പാത പിന്തുടർന്നു. യേശു പറഞ്ഞതുപോലെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ആകണമെന്നില്ല. മറിച്ച് അത് ഏറ്റവും ഉചിതമായ സമയത്ത് നമ്മുടെ ദൈവം നമുക്കായി നൽകും. ഇങ്ങനെ നമ്മളുടെ വിശ്വാസം പാറ പോലെ ദൃഢമുള്ളതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.